ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡിങ് ആൻഡ് അക്കോമഡേഷൻ ഇൻ അയർലൻഡിനെ പറ്റിയാണ്. സോ നമ്മുടെ ലൈഫിൽ ചില ആൾക്കാരുണ്ട്, അവരുമായിട്ടുള്ള ട്രസ്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് അത് തിരിച്ചു പിടിക്കാൻ പറ്റും ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഇൻ ദ സെയിം വേ നമുക്ക് അയർലൻഡിൽ അക്കോമഡേഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെയുള്ള ഐറിഷ് ആൾക്കാർ പോലും അവർക്ക് പോലും അക്കോമഡേഷൻ ക്രൈസിസ് കാരണം അവർ പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. ബട്ട് സ്റ്റിൽ നമുക്ക് അക്കോമഡേഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും കുറച്ച് പൊടിക്കൈകളൊക്കെ ഉണ്ട് ഇവിടെ. daft.ai, പിന്നെ ആംബർ സ്റ്റുഡൻറ് അക്കോമഡേഷൻ, പിന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട് ഇങ്ങനെ ഇഷ്ടംപോലെ. സ്റ്റുഡൻസ് ഇൻ അയർലൻഡ്, അക്കോമഡേഷൻ ഇൻ അയർലൻഡ് ഫോർ സ്റ്റുഡൻസ്, ഇന്ത്യൻസ് ഫോർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ട്. പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പ്സിലും അക്കോമഡേഷൻ്റെ ആഡൊക്കെ വരാറുണ്ട്. അങ്ങനെയാണ് ഇവിടെ പൊതുവെ എല്ലാവരും അക്കോമഡേഷനൊക്കെ കണ്ടുപിടിക്കല്. പിന്നെ കുറേ പേരെയൊക്കെ ഏജൻസി അക്കോമഡേഷനൊക്കെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പറ്റിക്കുകയൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് പേർക്കൊക്കെ ഏജൻസി തന്നെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. അക്കോമഡേഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നാട്ടിലെ ഒരു 60,000-70,000 രൂപയൊക്കെ റെന്റ് വരും. പക്ഷെ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു അക്കോമഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 70,000 ആണെങ്കിലും ഈവൻ എത്രയാണെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ഒരു അക്കോമഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഇവിടെ വരിക. ആദ്യം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ വേറെ അക്കോമഡേഷൻ നോക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ ഡബ്ലിനിലൊക്കെ വരുവാണെങ്കിൽ ഒബ്വിയസ്ലി 60,000 to 70,000 ഒക്കെയാണ് ഒരു മാസത്തെ റെന്റ് വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ ആദ്യം ഇവിടെ വന്നിട്ട് ഇവിടെ തന്നെ നിന്നിട്ട് നമുക്ക് വേറെ അക്കോമഡേഷൻ ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതായിരിക്കും നല്ലത്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്സ്. നിങ്ങളുടെ ആരെങ്കിലും ഇങ്ങോട്ട് ഫ്രണ്ട്സോ ആരെങ്കിലും ഐലൻഡിലേക്കൊക്കെ വരാനുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ഉപകാരമായിക്കോട്ടെ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൻറ്റിൽ ദെൻ ബൈ. ഫോളോ ഫോർ മോർ.